വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ് ബാംഗ്ലൂർ എഡിഷൻ. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ വെള്ളം കുടിയാണ് എൻ്റെ ഫസ്റ്റ് തിങ് ടു ഡു ഇൻ ദ മോർണിംഗ്. അപ്പോൾ അങ്ങനെ തന്നെ തുടങ്ങി. ഈ വെള്ളം കുടീൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ ട്രോളാറുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എൻ്റെ റൂമിലൊരു പിങ്ക് കളർ ഷെയ്ഡ് കണ്ടോ? അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂമിൻ്റെ കേർട്ടൻ പിങ്ക് കളറാണ്. അപ്പോൾ ഈ ജനലിൽ കൂടെ വരുന്ന സണ്ണിൻ്റെ റിഫ്ലക്ഷൻ തട്ടി ഫുൾ റൂം പിങ്ക് ആവും. അത് ഈ ഉച്ചക്ക് കാണുമ്പോഴും അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഉറങ്ങിക്കഴിഞ്ഞ് കാണുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഫീലിംഗാണ്. ലാമ്പ് കത്തിച്ച പോലെയാണ്. എനിക്കെന്തോ അതൊരു ഒരു നല്ല രസമാണ്, ഒരു പോസിറ്റിവിറ്റി എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ ബ്രഷ് ചെയ്തു, മുഖമൊക്കെ കഴുകി, ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി പുറത്ത് ഞങ്ങൾ ഫിഫ്ത്ത് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ടെറസിൻ്റെ അടുത്താണ്. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ നല്ലൊരു സൺറൈസ് എല്ലാം കണ്ട്. എന്താണെന്നറിയില്ല, ഈ സമയം ഞാൻ കാണാറ് വെറും സാറ്റർഡേ സൺഡേ ഉള്ളൂ. ആക്ച്വലി തല തിരിഞ്ഞാണല്ലോ വേണ്ടത്. കോളേജ് ഉള്ള ടൈമിൽ ഒരു 7-7:30 ആവും ഞാൻ എണീക്കാൻ. എന്നാൽ കോളേജ് ഇല്ലാത്ത ടൈമിലോ നേരത്തെ എണീക്കുകയും ചെയ്യും. അന്നാണെങ്കിൽ എനിക്ക് ഒടുക്കത്തെ ഉഷാറുമായിരുന്നു. എൻ്റെ ഡെസ്ക് കിടക്കുന്ന കോലം നിങ്ങൾ കണ്ടല്ലോ. ഇതെങ്ങനെ റെഡിയാക്കിയാലും ഇന്ന് റെഡിയാക്കുക, നാളെ ഇതേപോലെയാവും. പക്ഷെ എനിക്കെൻ്റെ ഡെസ്ക് നല്ല വൃത്തിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സംഭവം ഞാനങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആളൊന്നുമല്ല, കുറച്ച് മെസ്സിയൊക്കെ തന്നെയാണ്. പക്ഷെ എൻ്റെ ഡെസ്ക് ആ സ്ഥലം എനിക്ക് നന്നായി കാണാം. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറേ നേരം എടുത്തത് റെഡിയാക്കാൻ. പക്ഷേ എങ്ങനെയൊക്കെ നമ്മളത് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ഉഴുന്നുവടയും ചട്നിയായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന് പറഞ്ഞ ബുക്കാണ് ഇപ്പോൾ വായിക്കുന്നത്. അങ്ങനെ അതെല്ലാം വായിച്ച് ഞാനും ഇഷയും കൂടി ചായയും കാപ്പിയും കുടിക്കാൻ പോയി. അതായത് എനിക്ക് കാപ്പി, ഇഷയ്ക്ക് ചായ. എനിക്ക് ചായ ഇഷ്ടമല്ല, ഞാൻ എവിടെ പോയാലും കാപ്പിയാണ് പറയാറ്. അങ്ങനെ നമ്മൾ അതെല്ലാം കുടിച്ചിട്ട് സാറ്റർഡേ സൺഡേ ആണല്ലോ, അപ്പോൾ ഒരു ലേസൊക്കെ ആവാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ലേസ് വാങ്ങിക്കാൻ പോയി. ഇപ്പോൾ യൂനോ ആണ് ഞങ്ങളെ ഹോബി എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഫ്രീ ആയിരിക്കുമ്പോഴേക്കും യൂനോ കളിക്കുക. ഞങ്ങൾ ഏത് സമയവും യൂനോ കളിയാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഈ വ്ളോഗ് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഐ എം ദ സോറി, ബിക്കോസ് ഫോൺ ഓഫായി പോയി, കറണ്ട് ഇല്ലായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു കേട്ടോ, അൺഫോർച്ചുനേറ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡോക്യുമെൻ്റൊക്കെ ഇതാക്കാനുണ്ടായിരുന്നു. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നു, ചോറ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയില്ല. ഗൈസ്, ഐ എം ദ സോറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.